ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 57. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. നീ പത്രം കണ്ടോ? ഇങ്ങനെ പോയാൽ ഈ നാട് എവിടെ പോയി നിൽക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ പുതിയ പ്രശ്നം? അടുത്ത 10 മാസത്തിനുള്ളിൽ ഡീസലിന് 10 രൂപ കൂടുമെന്ന് പ്രധാനമന്ത്രി. അങ്ങനെ ഡീസലിന് വില കൂടിയാൽ പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കും? പാവപ്പെട്ടവർ ഡീസൽ കുടിച്ചാണ് ജീവിക്കുന്നത്. ഒരു കാര്യം പറയുമ്പോ ഇമാതിരി തരികട തമാശ പറയരുത്. ഡീസലിന് വില കൂടുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ബസ്സും ലോറിയൊക്കെ ഡീസൽ ഉപയോഗിച്ചാണ് ഓടുന്നത്. അപ്പോ ഡീസലിന് വില കൂടിയാൽ ബസ് ചാർജ് കൂടില്ലേ? ലോറിയിൽ കൊണ്ടുവരുന്ന അരിക്കും പച്ചക്കറിക്കും തുടങ്ങി സകല സാധനങ്ങൾക്കും വില കൂടില്ലേ? ഇത് ശരിയാവില്ല. മോഹനേട്ടാ, ഡീസലിന് വില കൂടുമെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഒരു സാധാ വില്ലേജ് ഓഫീസർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഡീസലിന് വില കൂടും. പിന്നെ ഒരു കാര്യമുണ്ട്. ഡീസലിന് പെട്രോളിനൊക്കെ വില കൂടിയാലും ഒരു തരത്തിലും ബാധിക്കാത്ത ഇന്ത്യയിലെ ഒരേ ഒരു മനുഷ്യൻ മോഹനേട്ടനല്ലേ. ഓഫീസിലേക്ക് നടന്നു പോവും, പച്ചക്കറി സ്വന്തമായിട്ട് കൃഷി ചെയ്യും. ഡീസലിന് 10 അല്ല 100 രൂപ കൂടിയാലും എന്റെ മോഹനേട്ടൻ എന്താ? അവൾ എന്നെ കളിയാക്കിയിട്ടാണല്ലോ പോയത്. ആഹാ, നിനക്കെന്താ എന്റെ കാര്യം പറയുമ്പോ ഒരു പുച്ഛം? ആഫീസിൽ നടന്നു പോകുന്നതിൽ എനിക്കൊരു കുറച്ചിലുമില്ല. അതുപോലെ തന്നെ സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്യുന്നതിലും ഈ മോഹനകൃഷ്ണന് അഭിമാനമേ ഉള്ളൂ. എടീ, ഞാൻ ആഫീസിലേക്ക് നടന്നു പോകുന്നത് പൈസ ലാഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. നടന്നു പോകുമ്പോ എന്റെ ആരോഗ്യം കൂടും. വണ്ടി ഉപയോഗിക്കാത്തത് കൊണ്ട് അന്തരീക്ഷ മലിനീകരണം കുറയുന്നു. നിനക്കറിയൂ, ഒരു സ്കൂട്ടർ 1 കിലോമീറ്റർ ഓടുമ്പോ പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് എത്രയാണെന്ന്? അല്ലെങ്കിൽ തന്നെ നിനക്ക് കാർബൺ മോണോക്സൈഡിനെ പറ്റി എന്തറിയാം? നീ കെമിസ്ട്രി പഠിച്ചിട്ടില്ലല്ലോ. എടീ, കടിച്ചാ പൊട്ടാത്ത കുറെ പുസ്തകവും വായിച്ച് ആർക്കും വേണ്ടാത്ത കുറെ നിയമവും പഠിച്ച് വലിയ വക്കീലാണെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് കാർബൺ മോണോക്സൈഡിനെ പറ്റി അറിയില്ലല്ലോ. മോഹനേട്ടാ, മോഹനേട്ടന്റെ ഈ തർക്കം പുറത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കാർബൺ മോണോക്സൈഡ് മോഹനേട്ടന്റെ അച്ഛനാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒച്ച കുറച്ചു മതി. അവളെന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടാണല്ലോ പോയത്. കല്യാണം കഴിഞ്ഞൊരു പിറ്റേ ദിവസത്തോട്ട് കേൾക്കുന്ന കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് ആരെയും കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. നിനക്ക് തമാശ പറയാനുള്ള വിഷയമല്ല ആഗോളതാപനം. അന്തരീക്ഷത്തിലെ കാർബന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. ഇങ്ങനെ പോയാൽ 1000-ഓ 2000-ഓ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭൂമി തന്നെ ഉണ്ടാവില്ല. അത് നിനക്കറിയാമോ? എനിക്കറിയില്ല. നിനക്കറിയില്ല? എടീ, ഈ ഭൂമി നശിക്കാൻ തക്കവണ്ണമുള്ള കാർബന്റെ അളവ് കൂടി വരുമ്പോ നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കിക്കാണ് വേണ്ടത്. എന്നാ പിന്നെ കുറച്ച് കാർബൺ എടുത്ത് നമുക്കങ്ങ് തിന്നാം. അപ്പൊ അത്ര അളവ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടുമല്ലോ. ആഗോളതാപനത്തെ പറ്റി പറയുമ്പോ തമാശ പറയുന്നു നീ. എടീ, ഒരാൾക്ക് വിവരമുണ്ടാകുന്നത് വിവരമുള്ള ഒരാളോട് സംസാരിച്ചും ഇടപഴകിയൊക്കെയാണ്. നിന്നെപ്പോലൊരു സാധാ വക്കീലിന് വിവരമുണ്ടാകണമെങ്കിൽ എന്നെപ്പോലെ കെമിസ്ട്രി പഠിച്ച ആൾ പറയുന്നത് കേൾക്കണം. മോഹനേട്ടൻ ഓഫീസിലേക്ക് നടന്നു പോകുന്നതുകൊണ്ട് ഡീസലിന് വില കൂടിയാലും പ്രശ്നമില്ലാന്ന് ഞാനൊന്ന് പറഞ്ഞു പോയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ശരി, മോഹനേട്ടൻ നടന്നു പോകുന്നതുകൊണ്ട് ഒരുപാട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകാതിരുന്നു. സത്യത്തിൽ ഈ ഭൂമി ഇപ്പൊ നിലനിൽക്കുന്നത് തന്നെ മോഹനേട്ടൻ വില്ലേജ് ഓഫീസിലേക്ക് നടന്നു പോകുന്നോണ്ടാ. മതിയോ? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുന്നത് നിന്റെ ആ പഴയ പരിപാടിയാ. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. പക്ഷേ കാർബൺ മോണോക്സൈഡിന്റെ കാര്യത്തിൽ അത് നടക്കില്ല. എനിക്ക് ജോലി കിട്ടിയിട്ട് 6 വർഷം കഴിഞ്ഞു. അന്ന് ഞാനൊരു ബൈക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഒരു വർഷം ശരാശരി 300 പ്രവൃത്തി ദിവസങ്ങളുണ്ട്. ഇവിടെ നിന്ന് ആഫീസിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്.
തിരിച്ചും 2. അങ്ങനെ ആകെ 4 കിലോമീറ്റർ ഒറ്റ ദിവസം കൊണ്ട്. ഒരു വർഷം 1200 കിലോമീറ്റർ. അങ്ങനെ കൂട്ടിയാൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ആഫീസിൽ പോകാൻ മാത്രം 7200 കിലോമീറ്റർ ആ ബൈക്ക് ഓടുമായിരുന്നു. 1 ലിറ്റർ പെട്രോളിന് 60 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കാണെങ്കിൽ 120 ലിറ്റർ പെട്രോൾ വേണ്ടിവരുമായിരുന്നു. ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 1 ലിറ്റർ പെട്രോളിന് 70 രൂപ. ചുരുക്കത്തിൽ ആഫീസിലേക്ക് നടന്നു പോയതുകൊണ്ട് ഞാൻ ലാഭിച്ചത് 8400 രൂപ. ഇത്രയും കണക്ക് കൂട്ടി ജീവിക്കുന്ന മോഹനേട്ടൻ ഒരു വെറും വില്ലേജ് ഓഫീസറായി പോയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കുറഞ്ഞ പക്ഷം കേരളത്തിലെ ധനകാര്യമന്ത്രിയെങ്കിലും ആവേണ്ട ആളാ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നം. പക്ഷേ ബൈക്ക് വാങ്ങാതിരുന്നത് കൊണ്ട് ഞാൻ 8400 രൂപ ലാഭിച്ചു. ഞാൻ കാരണം ഉണ്ടാകാമായിരുന്ന അന്തരീക്ഷ മലിനീകരണവും ഞാൻ ഒഴിവാക്കി. നടന്നു പോയതുകൊണ്ട് എനിക്ക് ആരോഗ്യവും കൂടി. അപ്പം നഷ്ടം സമയത്തിന്റെ കാര്യത്തിൽ മാത്രം. മനസ്സിലായില്ല? ഒരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് മോഹനേട്ടൻ ആഫീസിലെത്തായിരുന്നു. ഇപ്പോഴത്തേതുപോലെ അരമണിക്കൂർ മുന്നേ ഇവിടെ ഇറങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു? ഇല്ല. ചുരുക്കി പറഞ്ഞാൽ 8400 രൂപ ലാഭിച്ചപ്പോൾ ഒരു ദിവസം 25 മിനിറ്റ് വെച്ച് രാവിലെയും വൈകിട്ടുമായിട്ട് 50 മിനിറ്റ് കളഞ്ഞു വിളിച്ചു. ഒരു വർഷം നോക്കുമ്പോൾ 1500 മിനിറ്റ്. 6 വർഷം കൊണ്ട് 9000 മിനിറ്റ്. 9000 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 150 മണിക്കൂർ. ഏകദേശം 6 ദിവസം. ഒരു മനുഷ്യായുസിൽ 6 ദിവസം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? 6 ദിവസം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. മോഹനേട്ടാ, മനുഷ്യൻ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചത് സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയാണ്. അങ്ങനൊരു യന്ത്രമാണ് നമ്മുടെ ബൈക്ക്. ഒരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നടപ്പിന്റെ ബുദ്ധിമുട്ടും കുറയും, സമയവും ലാഭിക്കാം. പക്ഷേ മുടിഞ്ഞ പിശുക്ക് കാരണം അതിന് മെനക്കെടാതെ തെക്കോട്ടും വടക്കോട്ടും നടന്ന് ആ നടപ്പിനൊരു ന്യായവും പറഞ്ഞ് കാർബൺ മോണോക്സൈഡിന്റെ കൂട്ടുപിടിച്ച് എത്ര നാള് മറ്റുള്ളവരുടെ കണി പൊടിയിടാൻ പറ്റും? എന്റെ അടുത്ത് ഈ വേല നടക്കൂല. അതുകൊണ്ട് കൂടുതൽ ന്യായം പറയാതെ വേഗം ആഫീസിൽ പോകാൻ നോക്ക്. സമയം 9:40. ഇനി 10 മണിക്ക് ആഫീസിലെത്തണമെങ്കിൽ ഓടേണ്ടി വരും. ശരി, സോറി. ഞാൻ വന്നിട്ടാവട്ടെ. സാറേ, ഇതെന്താണ് ഇത്ര സ്പീഡില്? ഭാമയോട് സംസാരിച്ച സമയം പോയായിരുന്നില്ല. ഇനി 10 മിനിറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ബൈക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ സാറേ? രാവിലെ 9:55 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ബൈക്ക് കയറുക, സ്റ്റാർട്ട് ചെയ്യുക, ഒരൊറ്റ പോക്ക്. 9:58 ആഫീസിലെത്തും. ബൈക്ക് വാങ്ങാത്തത് കൊണ്ട് ഞാൻ ലാഭിച്ച 8400 രൂപയുടെ കാര്യമോ? 8400 രൂപ? അതെന്തോ സാറേ? അതായത് ഉത്തമ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയിട്ട് വർഷം 6 ആയി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ കണക്ക് വൈകുന്നേരം പറഞ്ഞുതരാം. ഒരു 5:30 ആകുമ്പോ വീട്ടിലേക്ക് വന്നാൽ ഇനി ഇന്നാ ലേറ്റ് ആയി പോകും. സാറേ വന്നേ, ഒരു 10 മിനിറ്റ് ലേറ്റായി എന്ന് പറഞ്ഞ് എന്തോ സംഭവിക്കാനാ? സാറല്ലേ ആഫീസർ താമസിച്ച ആരും കുറ്റം പറയേ? ആരെങ്കിലും കുറ്റം പറയുമോ ഇല്ലയോ എന്ന് പേടിച്ചിട്ടല്ല ഈ മോഹനകൃഷ്ണൻ കൃത്യനിഷ്ഠ പാലിക്കുന്നത്. എനിക്ക് ശമ്പളം തരുന്ന കേരള സർക്കാരിനോടുള്ള ഉത്തരവാദിത്വമാണ്. ചെയ്യാത്ത ജോലിക്ക് കൂലി വാങ്ങുന്നവനല്ല ഈ മോഹനകൃഷ്ണൻ. എന്തായാലും പറഞ്ഞ സമയം പോയല്ലോ. ഇനിയിപ്പോ സാറ് ഓടിയാലും 10 മണിക്ക് ആഫീസിലെത്താൻ പോണില്ല. ഇതിന്റെ പുറകിലോട്ട് കയറി ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ സാറിന് ആഫീസിലെത്തിക്കാം. സാറ് കാർബൺ മോണോക്സൈഡിന്റെ കാര്യമാണ് ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇപ്പൊ അത് ഓർത്തോണ്ടിരുന്ന സാറ് വൈകും. സാറ് ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇതൊക്കെ മറക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വണ്ടിയിലൊന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് കാർബൺ മോണോക്സൈഡ് സാറിനെ കയറി കടിക്കുന്നില്ലല്ലോ. കയറി സാറേ. എന്തോ ആലോചിക്കുന്നേ? കയറല്ലേ? കേറ് സാറേ. ആഫീസിന്റെ അടുത്ത് വരെ പോണ്ട, അതിനടുത്ത് ആ വള വരെ പോയാൽ മതി. ആരെങ്കിലും കണ്ടാ പ്രശ്നമാണല്ലേ? വലിയ വായിൽ വർത്താനം പറയുമ്പോ ഓർക്കണം. കേറിക്കോ. ആരും കാണൂലെന്നെ കേറ്. പിടിച്ചിരുന്നോ?